നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന തക്കാളിയും പരിപ്പും കൂടിയുള്ള കറിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തായാലും നമ്മളിവിടെ കുറച്ച് പരിപ്പ് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് നമ്മൾ പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തക്കാളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൂടാണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊല്ലമുളക്, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് സബോള, ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വേവിച്ച പരിപ്പ് അടുപ്പത്തേക്ക് എടുത്ത് വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു തക്കാളി അരിഞ്ഞതിടാം. തക്കാളി നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് അടുത്ത പരിപ്പും തക്കാളിയും നന്നായിട്ട് വെന്ത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത് നമുക്കെടുത്ത് പുറത്തേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് സബോള, അതുപോലെ തന്നെ നമ്മുടെ കൊല്ലമുളക്, അതുപോലെ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് അരച്ചത് എടുത്ത് വയ്ക്കാം. ഇവിടെ നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വയ്ക്കാം. അതിൽ നമ്മൾ പപ്പടം കാച്ചിയ കുറച്ച് വെളിച്ചെണ്ണയുണ്ട്. അത് കൂടാണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വയ്ക്കാം. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് ഇടാം. നമുക്ക് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്നത് ഇടാം. ഇട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് നമുക്ക് ഇളക്കി ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പും അതുപോലെ തക്കാളിയും കൂടി അതിലേക്ക് മിക്സ് ചെയ്യാൻ നമുക്ക് മുമ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി അതിലേക്ക് മിക്സ് ചെയ്ത് നമുക്ക് ഇളക്കാം. നന്നായിട്ട് ഇളക്കാം. നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പരിപ്പും തക്കാളിയും കൂടി അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചത് നമുക്കതിലേക്കിടാം. ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കാം. ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് ഉള്ള വിഭവങ്ങളൊക്കെ നിങ്ങളെ വീട്ടിലുണ്ടാക്കി നോക്കണം. സൂപ്പർ ആണ്. എന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കാം. എന്തായാലും ഇവിടെ പരിപ്പും തക്കാളിയും കൂടിയുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ ചോറിന് മറ്റുള്ള ഇതിനൊക്കെ നമുക്ക് കൂട്ടിക്കഴിക്കാം. സൂപ്പർ കറിയാണിത്. ഇനി നിങ്ങളെല്ലാവരും ശ്രീരാഗം രുചിക്കൂട്ട് ഒന്ന് യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.